ശ്രീ മഹാദേവി നമഃ. ദേവീ ഭാഗവതം സുകന്യാചരിതം ഭാഗമൊന്നാണ് ഇപ്പോൾ പ്രതിപാദിക്കുന്നത്. ശര്യാദി മഹാരാജാവിൻ്റെ മകൾ സുകന്യ കാനനത്തിൽ സഹിമാരോടൊപ്പം ഉല്ലസിച്ചു കൊണ്ടിരിക്കെ വലുതായ ഒരു ചിതൽപുറ്റിൽ നിന്നും മിന്നാമിനിങ്ങിനെ പോലെ തിളങ്ങുന്ന 2 ദ്വാരങ്ങൾ കണ്ടു. കൗതുകത്താൽ അവൾ മുള്ളുകൊണ്ട് ചിതൽപുറ്റിൽ കുത്തി. അതോടെ രാജാവ് ഉൾപ്പെടെ സകലർക്കും മലമൂത്ര നിരോധനം ഉണ്ടായി. രാജാവ് ചവനമുനിയെ നമസ്കരിച്ചു. പുത്ര്യാ മമ മഹാഭാഗ ക്രീഡന്ത്യ ദുഷ്കൃതം കൃതം അജ്ഞാനാത് ബാലയാ ബ്രഹ്മൻ കൃതം തക്ഷന്തുമർഹസി. മഹാഭാഗ, അറിവില്ലാതെ എൻ്റെ മകൾ ചെയ്ത അപരാധം അങ്ങ് പൊറുക്കണം. രാജാവ് ചകനമഹർഷിയോട് പറഞ്ഞു. കിം കരോമി മഹീവാല നേത്രഹീനോ ജരാവൃത അന്തസ്യ പരിചര്യാചാക കരിഷതി പാർത്ഥിവ. രാജാവേ, നേത്രഹീനനും വൃദ്ധനുമായ എന്നെ അങ്ങയുടെ മകൾ പരിചരിക്കട്ടെ. ചവനമഹർഷി രാജാവിനോട് പറഞ്ഞു. ഭക്തിയാ പരമയാചാവി വൃദ്ധഞ്ചാ വിജനീവനെ സതീധർമ്മ പരാജാഹം ചാരിഷ്യാമി സുസമ്മതം. പിതാവേ, എനിക്ക് ഭോഗേച്ഛ ഇല്ല. വനത്തിൽ അദ്ദേഹത്തെ സതീധർമ്മം അനുഷ്ഠിച്ച് ഞാൻ പരിചരിക്കാം. സുകന്യ പിതാവിനോട് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ശര്യാദി മഹാരാജാവ് സുകന്യയെ ചവനമഹർഷിക്ക് വിവാഹം ചെയ്ത് കൊടുത്തു.